നമസ്കാരം. 2 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഹണി റോസ് ബോച്ചെ. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള രീതിയിലാണ് ഹണി റോസ് പരാതിപ്പെട്ടിരിക്കുന്നത്. എനിക്കിത് പറയാനുള്ളത്, ഇത് തുടക്കത്തിൽ തന്നെ ഇതിന് എതിർപ്പ് പറയണമായിരുന്നു. ഇത് പലതവണ ഈ അനുഭവം ഉണ്ടായിരുന്നപ്പോൾ അവർ മിണ്ടാതെ ചിരിച്ച് തമാശയ്ക്ക് എന്ന രീതിയിൽ അങ്ങനെ പോയി. അപ്പോൾ അത് അയാൾക്ക് വളവായി. തുടക്കത്തിൽ തന്നെ പല പരിപാടികളിലും ഇവർ ഒന്നിച്ചായിരുന്നു പങ്കെടുത്തുകൊണ്ടിരുന്നത്. ആ സമയങ്ങളിൽ പല സമയത്തും നമ്മൾ ഇതിൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ഓരോ രീതിയിൽ പറയുന്നതായിട്ട് ഈ പുള്ളി ഒരു ഡബിൾ മീനിങ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ ആ തവണ അനുഭവം ഉണ്ടായപ്പോൾ അവരെന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അവർക്ക് അന്ന് തന്നെ സംസാരിക്കത്തില്ലായിരുന്നോ? ഇപ്പം എന്തോ കാരണങ്ങൾ കൊണ്ട് അവർ തമ്മിൽ തെറ്റി. ഈ ഹണി റോസ് ഉദ്ഘാടന ചടങ്ങുകളിലായിട്ട് സിനിമയിലേക്കാളും കൂടുതൽ ഉദ്ഘാടന ചടങ്ങുകൾക്കായിരുന്നു ഇപ്പം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബോച്ചയായിട്ട് പല ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുമായിരുന്നു. ബോച്ചയെ ക്ഷണിക്കുന്ന എല്ലാ ചടങ്ങുകളിലും അവർ പോയിക്കൊണ്ടിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവർ തമ്മിൽ എന്തോ കാരണം കൊണ്ട് തെറ്റിക്കാണും. അതായിരിക്കും പിന്നെ ബോച്ചയെ വിളിച്ചപ്പം അവർ ഉദ്ഘാടന ചടങ്ങുകളിൽ പോയില്ല. പോകാത്ത ആ അരിശം കാരണം ഇയാൾ ഓരോ വേദികളിൽ ഇവർ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഈ പുള്ളിയും ചെന്നിട്ട് ആളുകളുടെ മുമ്പിൽ പബ്ലിക്കായിട്ട് അപമാനിക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ മിണ്ടാതെ ചിരിച്ച് തള്ളി. പിന്നീടും ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ സഹി കേട്ടപ്പോഴാണ് ഇവർ ഇപ്പം ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് മുമ്പോട്ട് പോകും. ഇനിയും ആവർത്തിച്ചാൽ തനിക്കും തൻ്റെ കുടുംബത്തിനും നാണക്കേടുണ്ടാകുന്ന രീതിയിൽ ഇങ്ങനെ അപമാനിച്ചാൽ ഇനിയും പരാതിയായിട്ട് പോകുമെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇപ്പോൾ ആ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റാണ് ഇപ്പം എല്ലാവരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചർച്ചാ വിഷയമാക്കി വെച്ചിരിക്കുന്നത്. ഈ ബോച്ചെ അതുപോലെ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. ഈ ബോച്ചെ ഏതോ ഒരു ഇനാഗ്രേഷന് ഹണി റോസും കൂടെ പങ്കെടുത്തപ്പോൾ കഴുത്തിലൊരു മാല ബോച്ചെ ഹണി റോസിൻ്റെ കഴുത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇതും ഒരു അസറ്റാണ്, ഈ നിൽക്കുന്ന ആളും ഒരു അസറ്റാണ് എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? അയാൾക്ക് അയാളുടെ ഭാര്യയുടെ കാര്യം പറയുക, വീട്ടിലുള്ള ആളുകളുടെ കാര്യം പറഞ്ഞാൽ പോരെ. ഇത് വേറൊരു അന്യ സ്ത്രീ, അവരെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു, മാന്യമായിട്ട് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഫീസ് കൊടുത്ത് അവരെ പറഞ്ഞു വിടുക. അതിൽ ഒരു പിന്നെയും വിശദീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് കുന്തിദേവി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഇവർ മിണ്ടാതിരുന്ന് ചിരിച്ചു തള്ളി. അതുകൊണ്ടായിരിക്കുമല്ലോ അവർക്കിപ്പം പിന്നെയും അത് ഇയാൾക്കൊരു വളമായതുകൊണ്ടാണ് അവർ പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഈ ബോച്ച എന്ന് പറയുന്നത് ഒരു ഞരമ്പ് രോഗിയായിട്ടാണ് മനസ്സിലാക്കാൻ തോന്നുന്നത്. അയാൾക്ക് സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു ഹരമാണ്. ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംസാരത്തോടു കൂടി അയാളുടെ ആ ഒരു നല്ലതെന്നുള്ളത് ഒരു മോശമാക്കി ചിത്രീകരിക്കുക ചെയ്തു പോയത്. അയാൾക്ക് കുടുംബമുണ്ട്, അവിടെ സംസാരിക്കണമായിരുന്നു. പക്ഷെ വേറൊരു സ്ത്രീയെക്കുറിച്ചല്ല പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറയുന്നത്. ഓരോ വ്യക്തിക്കും അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് ഒരു വസ്ത്രം ധരിക്കുന്നതിന്. നമുക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം അവരോട്, ഇതെന്താണ്, ഇത് മോശമായി പോയല്ലോ, ഈ ഡ്രസ്സ് ചേരുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതല്ലാതെ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ അവർ അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞ് നമുക്ക് അതിനുള്ള ഒരു അവകാശം നമുക്കില്ല. അത് അംഗീകരിക്കാൻ പറ്റുന്നതുമല്ല അങ്ങനെ ഒരു കാര്യങ്ങൾ. മറ്റുള്ളവരെ മുമ്പിൽ പോയി തരം താഴ്ത്തി ഒരാളെ ആക്ഷേപിക്കുന്നത് അത് കുറ്റകരമായ കാര്യം തന്നെയാണ്. നമുക്ക് അവരോട് അഭിപ്രായം പറയാം. അല്ലാതെ ഒരു 2 പേര് കൂടുന്നിടത്ത് ചെന്നിട്ട് അങ്ങനെ അപമാനിച്ച് വിടുന്നത് മോശമാണ്. ഇയാൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തി അതാണ് ചെയ്തിരിക്കുന്നത്. അത് തുടക്കത്തിൽ തന്നെ നുള്ളണമായിരുന്നു. ഹണി റോസിന് അന്നേരം തന്നെ കർശനമായിട്ടുള്ള താക്കീത് കൊടുക്കണമായിരുന്നു. എത്ര പൈസ ഉള്ളവനായാലെന്താ, പൈസ അയാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് കൊള്ളാം. പക്ഷേ ഇത് മറ്റുള്ളവരെ തരം താഴ്ത്താൻ വേണ്ടിയിട്ടുള്ളതല്ല. അതിനുള്ള അധികാരം ഇയാൾക്ക് ആരാണ് കൊടുത്തേക്കുന്നത്? നിങ്ങൾ ഓരോ മനുഷ്യരും ഇയാൾ ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയപ്പം അതിനെ ചിരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതാണ് അയാൾക്ക് ഇപ്പം ഹണി റോസിനെ പറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും പറ്റിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ ഇത്രയും ഇങ്ങനായി പോയേക്കുന്നത്.
ഒരു ഫംഗ്ഷൻ്റെ അത് ഹണി റോസും ഇയാളും കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്. കയ്യെ പിടിച്ച് ചുറ്റി കറക്കുവാണ് ചെയ്യുന്നത്. ഈ ചുറ്റി കറക്കുന്ന പല ഒരു സ്ഥലങ്ങളിലും ഇയാളിങ്ങനെ ചുറ്റി കറക്കുന്നതായിട്ട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. ഒരു ഫംഗ്ഷന് മാത്രമല്ല, 1-2 ഫംഗ്ഷന് ഇയാൾ പങ്കെടുപ്പിക്കുമ്പോഴെല്ലാം ഇവരെ കയ്യെ പിടിച്ച് കറക്കുകയാണ്. ഈ കയ്യെ പിടിച്ച് കറക്കുന്നത് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാകും. കാരണം കാണുന്ന ആളുകൾക്ക് ഈ ഹണി റോസിൻ്റെ പിൻഭാഗം കണ്ടുകൊള്ളട്ടെ എന്ന രീതിയിലാണ് ഇയാൾ കറക്കുന്നത്. അപ്പോൾ ഈ ഹണി റോസിനും ഇതറിയാം. ഇന്നരവും ഇവർ മിണ്ടാതിരുന്നു. ഇത് തന്നെയാണ്. ഇപ്പം ബോച്ചയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ബോച്ചയുടെ ഒരു ഇൻ്റർവ്യൂ നമുക്ക് കാണാം. ഇവിടെ ഹണി റോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത്. പക്ഷെ പലരും റോങ് രീതിയിൽ ഇതുള്ളത് കൊണ്ടാണ് ഏതുള്ളതുകൊണ്ട് എന്ന് തൊട്ട് കാണിക്കാൻ പറയും.